Hi friends! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ സ്മോൾ സൈസിൽ വേണം എടുക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടിയിട്ട് അത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് മൂത്ത് പോവാതെ നോക്കണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ നല്ല ജ്യൂസി ആണല്ലോ. അപ്പോൾ അതിനകത്തേക്കുള്ള വെള്ളമൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങി അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതൊന്ന് വെച്ചതിന് ശേഷം ഇടക്കിടക്കൊന്ന് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഉപയോഗിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം മാത്രമേ നന്നായിട്ട് വേഗുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഏകദേശം നന്നായിട്ട് പാകമായിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റും പച്ച സ്മെല്ലും ഒക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാളം പുളിയുടെ വെള്ളം കേട്ടോ. ഞാനത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ അത് 150 ഗ്രാം ശർക്കര പാനിയാക്കിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കത് കുറുക്കി പറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ പാകമായി വരുമ്പോഴേക്കും ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂണും 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ അച്ചാർ റെഡി. ഒന്നുകൂടെ നമുക്ക് അതിനെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് അച്ചാറൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.